ദീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടായി മഷ്റൂമാണ്. അപ്പോൾ ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കടായി മഷ്റൂം ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ കടായി മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാന് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ഇട്ട് കൊടുക്കാം. എരിവിനായി 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു കഷ്ണം പട്ട, 2-3 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു ബേ ലീഫ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളകും കൂടിയാണ്. ഇത്രയും ആയാൽ ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഒരു 1-2 മിനിറ്റ് റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല മണമൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അടുത്തതായി ഒരു കടായി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള ഇങ്ങനെ ക്യൂബ്സായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തതും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കൂണും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം കൂണാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് നന്നായി ഒന്ന് 2 മിനിറ്റ് നേരത്തേക്ക് ഈ എണ്ണയിലിട്ട് ഒന്ന് ടോസ് ചെയ്തെടുക്കാം. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 മിനിറ്റ് നേരത്തേക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന കടായി മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. കടായി മസാലയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാല എല്ലാ കഷ്ണങ്ങളിലും പിടിക്കുന്നത് പോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കടായി മസാല നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വലിയൊരു സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായി ഒന്ന് ബ്രൗൺ ആവുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ചെറുതായി ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വാടി കിട്ടാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം തക്കാളിയൊക്കെ നന്നായി വാടി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് പൊടികൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയാം കാശ്മീരി ചില്ലി പൗഡറിന് എരിവ് കുറവും കളറ് കൂടുതലും ആയിരിക്കും. അപ്പോൾ ഈ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മുടെ കറിക്ക് നല്ലൊരു റെഡ് കളർ കൊടുക്കുന്നത്. ഇത് നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു മണവും ഫ്ലേവറൊക്കെ കിട്ടുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ മറക്കാതെ ഇത് ഇട്ട് കൊടുക്കുക.
ഇനി നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരുന്ന മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ തക്കാളി വഴറ്റിയെടുക്കുമ്പോഴും ഉപ്പിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ മതിയാവും. ഈ കൂണിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുത്ത് നന്നായി ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഈ കൂണിന് അധികം വേവില്ല. ഒരു 15 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് ചെറുതീയിലിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയുടെ കളറ് കണ്ടില്ലേ? നമ്മൾ ചേർത്ത് കൊടുത്തിരുന്ന കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കളറാണിത്. നല്ലൊരു കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കൂണൊക്കെ നല്ലപോലെ വെന്ത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെയും നാണിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കടായി മഷ്റൂം എല്ലാവരും തീർച്ചയായും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതേവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.